എല്ലാവരും അനുഷ്ഠിക്കേണ്ട നല്ല ശീലങ്ങളെക്കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു തുടങ്ങിയത്. അതിൽ ആദ്യത്തെ നല്ല ശീലം എടുത്തത് അനുസരണമാണ്. ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമാണ് അനുസരണം പരിശീലിക്കുക എന്നുള്ളത്. മക്കൾ മാതാപിതാക്കളെ അനുസരിക്കുക, മക്കൾ വലുതാവുമ്പോൾ മാതാപിതാക്കൾ മക്കളെ അനുസരിക്കുക, കുട്ടികൾ വിദ്യാർത്ഥികൾ അധ്യാപകരെ അനുസരിക്കുക, അധ്യാപകരെ മേലധികാരികളെ അനുസരിക്കുക, എല്ലാവരും സഭയുടെ നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കുക. അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക. എല്ലാറ്റിലും ഉപരിയായി ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുക. അപ്പോൾ അനുസരണം എന്ന് പറയുന്ന ആ മേഖലയെക്കുറിച്ചാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇന്ന് രണ്ടാമത്തെ നല്ല ശീലമായിട്ട് എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നത് നേരത്തെ ഉണരുക എന്നുള്ളതാണ്. നേരത്തെ എഴുന്നേൽക്കുക, അത് വളരെ നല്ല ശീലങ്ങളിലൊന്നാണ്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏറ്റവും നേരം വൈകി എഴുന്നേൽക്കുന്നവനാണ് ഏറ്റവും മിടുക്കൻ, അങ്ങനെ ഏറ്റവും അരിസ്റ്റോക്രസിയുടെയൊക്കെ ഒരു ലക്ഷണമൊക്കെ ആയിട്ട് അങ്ങനെ തോന്നിയിരുന്നു. അതൊന്നുമല്ല, ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്ക് പറയാൻ കഴിയും നേരത്തെ എഴുന്നേൽക്കുന്നത് ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഒരു പ്രോവർബ് പഠിച്ചിട്ടുണ്ടാവുമല്ലോ, early to bed, early to rise makes a man healthy, wealthy and wise. ഇത് ചെറുപ്പത്തിലെ പഠിച്ചിട്ടുള്ള ഒരു പ്രോവർബാണ്. നേരത്തെ എഴുന്നേൽക്കുക, അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ചെറിയ ഉദാഹരണമെടുത്ത് ഞാൻ പറയാം. കുട്ടികളുടെ കാര്യം, വിദ്യാർത്ഥികളുടെ കാര്യം. അവർക്ക് ഇന്ന് 10 മണിക്ക് പരീക്ഷയുണ്ട് എന്ന് വിചാരിക്കുക. ഒരു കുട്ടി 4 മണിക്ക് എഴുന്നേറ്റ്, ശീലമുള്ള കുട്ടി 4 മണിക്ക് എഴുന്നേറ്റ് പഠിച്ചു തുടങ്ങുന്നു. കാര്യങ്ങൾ ഓരോന്നൊക്കെ ചെയ്തതിന് ശേഷം പഠിച്ചു തുടങ്ങുന്നു. അപ്പോൾ 4 തൊട്ട് 6 വരെ 4 തൊട്ട് 10 വരെ 6 മണിക്കൂർ സമയമുണ്ട് ആ കുട്ടിക്ക്. എല്ലാ പോർഷൻസും ഒരു പക്ഷേ ഒന്ന് മറിച്ച് നോക്കാനുള്ള നേരം കിട്ടും. അപ്പോൾ അത് പരീക്ഷയുടെ അന്ന് മാത്രം ചെയ്താൽ പോരെ, അതിനൊരു പ്രശ്നമുണ്ട്. പതിവില്ലാത്തൊരു കാര്യം നമ്മൾ പരീക്ഷയുടെ അന്ന് ചെയ്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം എല്ലാ കുട്ടികളും നേരത്തെ എഴുന്നേൽക്കുന്നത് ഒരു ശീലമാക്കേണ്ടതാണ്. ഒരു കുട്ടി, പരീക്ഷയുള്ളൊരു കുട്ടി 8 മണിക്കാണ് എഴുന്നേറ്റതെന്ന് വിചാരിക്കുക. അവൻ രാത്രി കുറേ നേരം ഇരുന്ന് മുഴുവൻ പഠിച്ച് അവസാനിപ്പിച്ചിട്ടാണ് അവൻ കിടന്നത്. എന്നിട്ട് എഴുന്നേറ്റതോ 8 മണി. പിന്നെ അവൻ്റെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അവന് സ്കൂളിൽ പോകാനുള്ള നേരമുള്ളൂ. അവൻ ഓടിപ്പടഞ്ഞായിരിക്കും മിക്കവാറും പരീക്ഷാ ഹാളിലെത്തുക. അവനൊന്നും നോക്കാൻ പറ്റിയില്ല. തലേ ദിവസം നോക്കി വെച്ചത്, നന്നായി പഠിച്ചൊക്കെ വെച്ചതാ, കിടന്നപ്പോൾ 2 മണിയായി അല്ലെങ്കിൽ 3 മണിയായി. ആ കുട്ടിക്ക് പരീക്ഷ അത്ര നന്നായി എഴുതാൻ കഴിയില്ല. അതുകൊണ്ട് ഒരു വിദ്യാർത്ഥിയുടെ വ്യൂ പോയിന്റിൽ, നിലപാടിൽ നിന്നുകൊണ്ട് നോക്കിയാൽ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന ശീലം വളർത്തിയെടുക്കുന്നതാണ് നല്ലത്. ഒരു കാര്യവും കൂടി, 2 മണി വരെ ഇരുന്ന് പഠിച്ച കുട്ടി രാവിലെ 8 മണിക്ക് എഴുന്നേറ്റു. അവൻ നോക്കുമ്പോൾ പഠിച്ച പല കാര്യങ്ങളും
ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഓർമ്മയിൽ കൃത്യം ഉണ്ടാവില്ല. നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഒരു ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റാൽ ആ പഠിച്ച കാര്യങ്ങൾ മുഴുവൻ അതേപടി ഓർമ്മയുണ്ടാവില്ല. അപ്പോൾ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്നത് ആണ് നേരം വൈകി നന്നായി പഠിച്ച് ഉറങ്ങുന്നതിനേക്കാൾ നല്ലത്. പക്ഷെ പല കുട്ടികളും ഇതിന് വിമുഖത കാണിക്കുന്നു. എന്തുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ട്, ഹോസ്റ്റലിൽ എനിക്ക് ഏകദേശം ഹോസ്റ്റലിൽ 1000-ലധികം കുട്ടികൾ താമസിച്ച് പഠിക്കുന്നുണ്ട്. വിജയഗിരി സ്കൂളിലെ കൂടി നോക്കിയാൽ, അവിടുത്തെ ഹോസ്റ്റലിലെ കൂടി നോക്കിയാൽ 2000 കുട്ടികൾ ഹോസ്റ്റലിലുണ്ട്. അപ്പം ഇവരിൽ നല്ലൊരു ഭാഗവും നേരത്തെ എഴുന്നേൽക്കുന്നതിനോട് ഒരു വിമുഖത കാണിക്കുന്നവരാണ്. ഞാനത് എന്തുകൊണ്ടാണെന്ന് അന്വേഷിച്ചു. നേരത്തെ എഴുന്നേറ്റ് പഠിക്കുന്ന 5 മണിക്ക് എഴുന്നേൽക്കണം, 5 മണിക്ക് 5 മിനിറ്റ് ഉള്ളപ്പോൾ എഴുന്നേൽക്കണം എന്നാണ് ഹോസ്റ്റലിലെ നിയമം. അതിന് മുമ്പേ എഴുന്നേൽക്കുന്നവരുണ്ട്, കാരണം അവർ വളരെ നേരത്തെ എഴുന്നേറ്റ് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ വീട്ടിൽ അതൊരു ശീലമാണ്. അപ്പോൾ മറ്റു കുട്ടികളുടെ കാര്യമോ, വീട്ടിലത് ശീലമല്ല. മാതാപിതാക്കളും അങ്ങനെ നേരത്തെ എഴുന്നേൽക്കുന്ന ഒരു ശീലം വളർത്തിയെടുത്തിട്ടില്ല. അവരിൽ വളർത്തിയെടുത്തിട്ടില്ല, കുട്ടികളിലും വളർത്തിയെടുത്തിട്ടില്ല. അതുകൊണ്ട് സംഭവിക്കുന്നത് ഇതാണ്. ഒരു ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കേണ്ട ഘട്ടം മിക്കവാറും എല്ലാവർക്കും വരികയാണ്. വിദ്യാഭ്യാസ കാലഘട്ടത്തിൻ്റെ ഒരു ദശയിൽ അല്ലെങ്കിൽ വേറൊരു ദശയിൽ ഹോസ്റ്റലിൽ പോയി നിന്ന് പഠിക്കേണ്ട ഒരു അവസരം വരും. അപ്പോൾ ആ അവസരം നമുക്ക് നന്നായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം നമുക്കുണ്ടാവണം. എന്നാൽ ഇതിന് വിപരീതമായിട്ട് ചില ഹോസ്റ്റലുകളുണ്ട്, എപ്പോൾ എഴുന്നേറ്റാലും വിരോധമില്ല. അങ്ങനെയുള്ള ചില ഹോസ്റ്റലുകളും ഉണ്ട്. അവർക്ക് ഈ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ്. കുട്ടികൾ മോശമായി പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല, അവർക്ക് ഈ കാഴ്ചപ്പാടില്ലാത്തതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നേരത്തെ എഴുന്നേൽക്കുന്നതിൻ്റെ മെച്ചങ്ങളിലൊന്ന്, പരീക്ഷയുണ്ടെങ്കിൽ ആ പരീക്ഷയ്ക്ക് നന്നായി ഒരുങ്ങിപ്പോകാനായിട്ട് കഴിയും. ഏറ്റവും ഫ്രഷ് പ്രിപ്പറേഷൻ, ഫ്രഷ് ജ്യൂസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ഫ്രഷ് പ്രിപ്പറേഷൻ ഓർ ഫ്രഷ് റിവിഷൻ. അപ്പോൾ അത് നമ്മുടെ ഓർമ്മയിൽ അവിടെ ഉണ്ടാവും. പ്രിപ്പറേഷൻ കഴിഞ്ഞൊന്ന് ഉറങ്ങുമ്പോൾ അത് ഫ്രഷ് അല്ലാണ്ടാവും. വളരെ ക്ലിയറായിട്ടുള്ള ഒരു റീസണിങ് ആണ് എന്നെനിക്ക് തോന്നുന്നു. രണ്ടാമതൊന്ന്, പരീക്ഷയില്ല, എല്ലാ ദിവസവും പരീക്ഷയില്ലല്ലോ, അതോ പരീക്ഷയുടെ ദിവസം മാത്രം എഴുന്നേറ്റാൽ പോരാ. നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ ബെഡ്റൂമിൽ ഓക്സിജൻ്റെ അളവ് അത് 20%, ബാക്കി നൈട്രജനാണ്. കാർബൺ ഡൈ ഓക്സൈഡ് കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ വാതിലുകളൊക്കെ അടച്ചു, മിക്കപ്പോൾ എല്ലാവരും ജനലും അടച്ചിട്ടാണ് കിടക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഓക്സിജൻ നമ്മൾ ഉപയോഗപ്പെടുത്തും, കാർബൺ ഡൈ ഓക്സൈഡ് വിട്ടുകൊടുക്കും. അങ്ങനെ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ ഒക്കെ ഉറങ്ങിക്കഴിയുമ്പോഴേക്കും ആ മുറിയിലെ ഓക്സിജൻ്റെ അളവ് തീരെ കുറഞ്ഞിട്ടുണ്ടാവും, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടിയിട്ടുണ്ടാവും. കാർബൺ ഡൈ ഓക്സൈഡ് മീറ്റർ വാങ്ങാൻ കിട്ടും. ഒരു 15,000 ഉറുപ്പികയൊക്കെ കൊടുത്താൽ പല വെറൈറ്റിയിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് മീറ്ററുണ്ട്. നല്ല ആരോഗ്യപരമായ കണ്ടീഷനിൽ അതിൽ റീഡിങ് 400-420 ഒക്കെയാണ്. എന്നാൽ നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മളതൊന്ന് നോക്കുക, വാതിലും ജനലൊക്കെ തുറക്കുന്നതിന് മുമ്പ് നോക്കിയാൽ അത് ഇരട്ടിയൊക്കെ ആയിട്ടുണ്ടാവും. ആ കാർബൺ ഡൈ ഓക്സൈഡാണ് നമ്മൾ അധികവും ശ്വസിക്കുന്നത്. അത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്.
ഇത് നമ്മൾ ഉറക്കമുറിയിൽ മാത്രമല്ല, AC ഇട്ട് കാറിൽ പോകുമ്പോഴും ഇത് ബാധകമാണ്. ഈ വിൻഡോ AC മാത്രമാണ് പുറമേ നിന്ന് എയർ അകത്തേക്ക് വരുള്ളൂ. സ്പ്ലിറ്റ് AC അങ്ങനെയല്ല. എയർ റൂമിൽ നിന്ന് വലിച്ചെടുത്ത് കൂൾ ചെയ്ത് റൂമിലേക്ക് തന്നെയാണ് വരുന്നത്. ഓക്സിജൻ മാത്രം വലിച്ചെടുത്തിട്ടല്ല, ഓക്സിജനും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ വലിച്ചെടുത്ത് അതിനെ കൂൾ ചെയ്ത് അകത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ കാറിൽ നമ്മൾ യാത്ര ചെയ്യുകയാണ്, ചില്ലൊക്കെ കയറ്റി AC ഇട്ട് യാത്ര ചെയ്യുമ്പോൾ ഇത് തന്നെ സംഭവിക്കുന്നുണ്ട്. ഓക്സിജൻ്റെ അളവ് കുറഞ്ഞ് വരുന്നു. അപ്പോൾ ഇടയ്ക്കൊന്ന് ചില്ലിറക്കി എയർ കയറ്റുന്നത് നല്ലതാണ്. അല്ലെങ്കിലോ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് ഇങ്ങനെ കൂടി അത് നമ്മുടെ ബ്രെയിനിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കും. ഒരു ക്വിക്ക് റിയാക്ഷനൊക്കെ വേണ്ടതാണ് ഈ ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. ക്വിക്ക് റിയാക്ഷൻ, പെട്ടെന്ന് തിരിക്കണം, ബ്രേക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമല്ലോ. അതുകൊണ്ട് ക്വിക്ക് റിയാക്ഷൻസിന് നമ്മളെ സഹായിക്കാത്ത ഒരു അന്തരീക്ഷമായിരിക്കും കാറിൻ്റെ ഉള്ളിലുണ്ടാവുക. ഇതൊക്കെ നമ്മൾ പലരും മനസ്സിലാക്കുന്നില്ല. കുട്ടികൾ സ്കൂളിൽ ഒരുപാട് പഠിക്കുന്നുണ്ട്, കാർബൺ ഡൈ ഓക്സൈഡിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഓക്സിജനെ പറ്റി പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം പ്രാക്ടിക്കലായിട്ടുള്ള പല കാര്യങ്ങളും കുട്ടികൾ മനസ്സിലാക്കുന്നില്ല. ഇനി ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത് രാവിലെ നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ ഏറ്റവും തുറന്നിരിക്കും. അതെന്താ അങ്ങനെ പറയാൻ കാരണം? നിങ്ങൾ നല്ല ഉച്ച നേരത്ത് ഒന്ന് പുറത്തേക്ക് കടന്ന് നോക്കുക. നിങ്ങളുടെ കണ്ണൊക്കെ ഇങ്ങനെ മുഴുവനായിട്ട് തുറക്കില്ല, കാരണം വെളിച്ചത്തിൻ്റെ ഇൻറ്റൻസിറ്റി അത്രയും തീവ്രത കൂടുതലാണ്. അതുകൊണ്ട് അപ്പോൾ സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികളുടെ റേഡിയേഷൻസിൻ്റെ തീവ്രത കൂടിയിരിക്കുന്ന അവസരത്തിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളൊന്നും തന്നെ അത്ര റെസ്പോണ്ട് ചെയ്യില്ല. അതൊക്കെ ഒരു സ്ലീപ്പിംഗ് ഇതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. കണ്ണിൻ്റെ ഡയഫ്രം ഒക്കെ അടയുന്നത് പോലെ ലിമിറ്റ് ചെയ്യും, അകത്ത് കിടക്കുന്ന ലൈറ്റിനെ ലിമിറ്റ് ചെയ്യും. ഇതുപോലെ എല്ലാ ഇന്ദ്രിയങ്ങളും ചെയ്യും. വലിയ ഒച്ചയുള്ള സ്ഥലത്ത് നമ്മുടെ ചെവിയിൽ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ നടക്കുന്നുണ്ട്. അതും വിട്ടുപോയാലാണ് ടിമ്പനം പൊട്ടിപ്പോവുക. വെടിക്കെട്ടൊക്കെ നടക്കുന്ന സ്ഥലത്ത്, പ്രത്യേകിച്ച് വെടിക്കെട്ടിന് തീ കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അവരെ പറ്റിയൊരു പഠനം ഞങ്ങൾ 10-30 വർഷം മുമ്പ് പഠിച്ചതാണ്. അവർക്കൊരു ഒറ്റ ആൾക്കും ടിമ്പനം ഉണ്ടായിരുന്നില്ല, ഒക്കെ പൊട്ടിപ്പോയിരിക്കുന്നു. അന്ന് വെടിക്കെട്ടൊക്കെ വലിയ ഉഗ്രമായ വെടിക്കെട്ടാണല്ലോ, തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പ്രത്യേകിച്ചും. അപ്പോൾ ചെവിയും വലിയ ശബ്ദത്തിനെ ഒന്ന് നിയന്ത്രിക്കാൻ ശ്രമിക്കും. ഓട്ടോ കൺട്രോൾ, എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ദൈവം ആ ഓട്ടോ കൺട്രോളും തന്നിട്ടുണ്ട്. നമ്മുടെ ത്വക്കിന് പോലും ആ ഓട്ടോ കൺട്രോൾ ഉണ്ടാവും. എല്ലാത്തിനും ഒരു ഓട്ടോ കൺട്രോൾ. അതും വിട്ട് വന്നാൽ മാത്രമേ ചെവി പൊട്ടുക, കണ്ണ് റെറ്റിനയ്ക്ക് കേടുവരിക, അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല പ്രകാശമുള്ളപ്പോൾ പൂച്ചയുടെ കണ്ണൊക്കെ അടഞ്ഞിങ്ങനെ ഇരിക്കും. രാത്രിയാകുമ്പോൾ പൂച്ചയുടെ കണ്ണ് തിളങ്ങണത് കണ്ടിട്ടില്ലേ നിങ്ങൾ? അപ്പോൾ അത് നന്നായിട്ട് വികസിക്കും. തിളങ്ങുന്നത് ഒരു കെമിക്കലിൻ്റെ ഒരു ലൂമിനിസൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലിൻ്റെ പ്രസൻസ് കൊണ്ടുണ്ടാവുന്നതാണ്. വികസിക്കും, കണ്ണ് വികസിക്കും. ഇതുപോലെ നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും രാവിലെ കൂടുതൽ വികസിക്കും. കാരണം ഇതാണ്, സൂര്യനിൽ നിന്ന് വരുന്ന എല്ലാ റേഡിയേഷൻസിൻ്റെയും ഇൻറ്റൻസിറ്റി ഏറ്റവും കുറവായിരിക്കും. സൂര്യനിൽ നിന്ന് ലൈറ്റ് മാത്രമല്ല, അൾട്രാ വയലറ്റ് ലൈറ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഏറ്റവും കുറവുള്ള സമയമായിരിക്കും 4 മണി 5 മണി നേരം. 3:30 മണി എന്നാണ്
ബ്രഹ്മമുഹൂർത്തം എന്നാണ് പറയുക അതിന്. ബ്രഹ്മമുഹൂർത്തം തുടങ്ങുന്നത് 3:30 മണിക്കാണെന്നാണ് എൻ്റെ അറിവ്. ഏതായാലും രാവിലെ എല്ലാ ഇന്ദ്രിയങ്ങളും ഏറ്റവും റിസപ്റ്റീവായിരിക്കും, എല്ലാ ഇന്ദ്രിയങ്ങളും. അതുകൊണ്ട് കൂടിയാണ് ചെറിയ സ്വരം പോലും രാവിലെയൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത്. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് കുറഞ്ഞത് മാത്രമല്ല എൻ്റെ കാരണം. വളരെ ചെറിയ വിസ്പർ പോലും നമുക്ക് കേൾക്കാൻ കഴിയും രാവിലെയൊക്കെ. ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലാത്തത് ഒരു കാരണമാണ്. അത് വിട്ട് ഇങ്ങനൊരു കാരണം കൂടിയുണ്ട്. നമ്മുടെ ഇന്ദ്രിയങ്ങളൊക്കെ സെൻസിറ്റീവ് ആകും, റിസപ്റ്റീവ് ആകും, മോർ റിസപ്റ്റീവ്. ഇനി ഈ ബാഹ്യ ഇന്ദ്രിയങ്ങൾക്ക് ഒപ്പം ആന്തരികമായ ഇന്ദ്രിയങ്ങളും ഉണ്ട്. 5 ഇന്ദ്രിയങ്ങൾക്കൊപ്പം ആന്തരികമായ 5 ഇന്ദ്രിയങ്ങളുണ്ട്. ഒരു ആന്തരിക നേത്രമുണ്ട്, ആന്തരികമായൊരു ചെവിയുണ്ട്. ഇതുപോലെ ഇതൊക്കെ കൂടാതെ ആന്തരികമായ ഒരു ഇന്ദ്രിയമുണ്ട്. അത് 6ാമത്തെ ഇന്ദ്രിയമാണ്. അതിന് ബാഹ്യ ഇന്ദ്രിയം ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് ഇവിടെയാണെന്നാണ് പറയുന്നത്. കാരണം കുട്ടികളുടെയൊക്കെ നിറ കൂടുക എന്ന് പറയും, നിറ എന്ന് പറയരുത്, കൂടുക. കുളിപ്പിച്ച് കഴിഞ്ഞാൽ, കൊച്ചു കുട്ടികളെ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തലയിൽ ഊതണത് കണ്ടിട്ടില്ലേ? അതിലെ വെള്ളം ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ സൂക്ഷ്മമായ ഒരു സുഷിരം അവിടെ ഉണ്ട് അത്രേ. അതിലൂടെയാണ് ഈ വെള്ളമൊക്കെ രാസനാദി പൊടിയിട്ട് തിരുമ്പുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് കാരണം ഇതാണ്. അപ്പോൾ 6ാമത്തെ ഇന്ദ്രിയത്തിൻ്റെ ബാഹ്യമായ ഭാഗം ഇവിടെയാണെന്ന് വിചാരിക്കുന്നു. ഈ ഇന്ദ്രിയമാണ് ദൈവവുമായിട്ട് ബന്ധപ്പെടാനുള്ള ഇന്ദ്രിയം, നേരിട്ട് ബന്ധപ്പെടാൻ. മറ്റ് 5 ഇന്ദ്രിയങ്ങളും സൃഷ്ടവസ്തുക്കളിലൂടെ സ്രഷ്ടാവിനെ അപ്രോച്ച് ചെയ്യാനുള്ളതാണ്. 6ാമത്തെ ഇന്ദ്രിയമാകട്ടെ നേരിട്ട് സ്രഷ്ടാവിനോട് ബന്ധപ്പെടാനുള്ളതാണ്. ഈ ഇന്ദ്രിയം ഏറ്റവും വികസിച്ചിരിക്കുന്ന നേരം അത് രാവിലെ ആയിരിക്കും. മറ്റിന്ദ്രിയങ്ങൾ ഏറ്റവും റിസപ്റ്റീവ് ആയിരിക്കുന്നത് പോലെ 6ാമത്തെ ഇന്ദ്രിയവും ഏറ്റവും റിസപ്റ്റീവ് ആകുന്നത് അത് രാവിലെയാണ്. അപ്പോൾ നമ്മൾ ധ്യാനിക്കുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ധ്യാനിക്കുന്നത് രാവിലെ ധ്യാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ധ്യാനിക്കുക എന്ന് പറയുന്നത് ദൈവവുമായുള്ള ബന്ധപ്പെടലാണ്. ആ ദൈവവുമായുള്ള ബന്ധപ്പെടലിന് ഏറ്റവും പറ്റിയ സമയമാണ് രാവിലെ. അത് രാവിലെ തന്നെയാണ്. അങ്ങനെ അത് രാവിലെ തന്നെ യേശു പ്രാർത്ഥിക്കാൻ പോയിരുന്നു എന്നൊക്കെ നിങ്ങൾ ബൈബിളിൽ വായിക്കുന്നില്ലേ? അത് രാവിലെ എഴുന്നേറ്റ് അവൻ മലമുകളിൽ പോയി പ്രാർത്ഥിച്ചു എന്നൊക്കെ. യോഗികളൊക്കെ അങ്ങനെയായിരുന്നു. ഈ ലോകം കണ്ട ഏറ്റവും വലിയ യോഗീശ്വരനല്ലേ യേശു? ഈ ലോകം കണ്ട ഏറ്റവും വലിയ യോഗിയായിട്ടാണ് ഞാൻ കാണുന്നത്, യേശുവിനെ കാണുന്നത്. അപ്പോൾ രാവിലെ യോഗ ചെയ്യുക, ധ്യാനിക്കുക. ആ ധ്യാനിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ബന്ധം ഏറ്റവും ദൃഢമായി വരും. ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ കുട്ടികൾക്കൊക്കെ രാവിലെ ഇങ്ങനെ ചെറിയൊരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. ഞാനും ചെയ്യാറുണ്ട്. നമുക്ക് ഏറ്റവും പ്രയാസമുള്ള കാര്യം, ഒരു പ്രോബ്ലം, അത് നമ്മൾ കാലത്ത് ചെയ്താൽ അത് ഏറ്റവും എളുപ്പത്തിൽ കിട്ടും. തലേദിവസം രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ അതൊന്ന് വായിക്കുക, ചെയ്യാൻ നോക്കുക. അതിനുശേഷം ഉറങ്ങാൻ പോവുക. ഉറങ്ങുന്നതിന് നേരം മുഴുവൻ ആ പ്രോബ്ലം നമ്മുടെ മനസ്സിൽ ഇവോൾവ് ചെയ്യും. നേരം വെളുത്തൊന്ന് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ അത് നമുക്ക് മനസ്സിലാവും. അത് എല്ലാ ഇന്ദ്രിയങ്ങളും, ആന്തരിക ഇന്ദ്രിയങ്ങളും, ഏറ്റവും 6ാമത്തെ ഇന്ദ്രിയവും ഏറ്റവും വികസിച്ചിരിക്കുന്നത് കൊണ്ടാണ് അതങ്ങനെ സംഭവിക്കുന്നത്.
അത് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് തമ്പുരാനാണ്. ഇനി ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ 2 കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. എനിക്ക് സംശയം തോന്നിയ 2 കാര്യങ്ങളാണ്. ഒന്ന്, യേശു എന്തിനാണ് മാമോദിസ മുങ്ങിയതെന്ന്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു കുട്ടി ചോദിച്ച ചോദ്യമാണ്. അതുവരെ എനിക്കറിയില്ലായിരുന്നു. ആ കുട്ടി ചോദിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് പ്രെയർ മീറ്റിങ്ങിൽ കുട്ടി ചോദിക്കുന്നതാണ്, എന്തിനാണ് മാമോദിസ മുങ്ങിയത്. ഞാനന്ന് കുദാശകളെക്കുറിച്ച് കുട്ടികൾക്ക് ക്ലാസ് എടുക്കും. അപ്പോൾ ഈ പാപം, ജന്മപാപവും അതുപോലെ കർമ്മപാപവും നീങ്ങും മാമോദിസ വഴി. യേശുവിന് ഇത് രണ്ടും ഉണ്ടായിരുന്നില്ല. ജന്മപാപവും ഇല്ല, കർമ്മപാപവും ഇല്ല. പിന്നെ എന്തിനാ യേശു മാമോദിസ മുങ്ങിയത്? ഇതായിരുന്നു ആ കുട്ടിയുടെ ചോദ്യം. വളരെ ശരിയാണെന്ന് എനിക്ക് തോന്നി. അതേപ്പറ്റി ചിന്തിച്ചു. അതിന് ഉത്തരം ശരിക്കൊന്നും കിട്ടിയില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം രാവിലെ ചിന്തിക്കുമ്പോൾ തമ്പുരാൻ തന്ന ഒരു മെസ്സേജ് ഇതാണ്. അതൊരടയാളമായിരുന്നു. അതൊരടയാളമാണ്. യേശു പറഞ്ഞ് ഇപ്പോഴത് നടക്കട്ടെ എന്ന്. അതൊരു അടയാളമായിരുന്നു. ആർക്കൊക്കെ അടയാളമായിരുന്നു? യോഹന്നാൻ മാമോന്താനയ്ക്ക് ഒരു അടയാളമായിരുന്നു. മാമോദിസ മുഖ്യ യോഹന്നാന് ഒരു അടയാളമായിരുന്നു. ഇവൻ യേശുവാണ്, മെശിഹ ആണ്, ദൈവപുത്രനാണ് എന്ന് മനസ്സിലാക്കാൻ ഒരടയാളം. പ്രാവ്, പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ വന്നിരിക്കുന്നവൻ ആരാണോ അവനാണ് യേശു എന്നുള്ള ആ തിരിച്ചറിവ് യോഹന്നാന് കിട്ടിയത് അപ്പോഴാണ്. ആ സമയത്താണ് പിതാവായ ദൈവം ഇത് എൻ്റെ പ്രിയപുത്രനാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറയാൻ ആ ത്രിയേക ദൈവം അവിടെ വന്ന് ആ സമ്മേളിക്കാനുള്ള ഒരു അവസരമായിരുന്നു ആ മാമോദിസ. രണ്ടാമതൊന്ന് അതെനിക്ക് തന്നെ തോന്നിയതാണ്. അത് ഞാനിങ്ങനെ പഠിപ്പിക്കുമ്പോൾ വിശുദ്ധ ബൈബിളിൽ യോഹന്നാൻ്റെ യാക്കോബിൻ്റെ ലേഖനം അതൊരു ഭാഗം പഠിപ്പിക്കുന്ന സമയത്ത് ഇങ്ങനെ മരണം ഉണ്ടായത് പാപം മൂലമാണ് എന്ന് ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് അവിടെ. പാപത്തിൻ്റെ ഫലമാണ് മരണം എന്ന്. അതൊരിക്കൽ വലിയൊരു പ്രശ്നം മനസ്സിൽ സൃഷ്ടിച്ചു. യേശു പാപം ചെയ്തിട്ടില്ല, പിന്നെ എന്തുകൊണ്ട് യേശു മരിച്ചു? ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് കാര്യം വേറെ. അതല്ല, മരിച്ചത് എന്തുകൊണ്ട്? കുറേ കാലം ചിന്തിച്ചിട്ടുണ്ട്. അത് രാവിലെ പലപ്പോഴും ചിന്തിച്ച് ഒരു ദിവസം വെളിപ്പെട്ട് കിട്ടിയത് ഇതാണ്. യേശു മരിച്ചില്ല. നമ്മൾ പറയുന്നതാണ് യേശു മരിച്ചു എന്ന്. യേശു മരിച്ചില്ല. യേശു കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിച്ചു. അതുകൊണ്ട് കുരിശിൻ്റെ വഴി കഴിക്കുമ്പോൾ ഞാൻ കുട്ടികളെയും ഒക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു ഭാഗമാണ്. 12-ാം സ്ഥലം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ തൂങ്ങി മരിക്കുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. എനിക്ക് അവസരം കിട്ടുമ്പോഴൊക്കെ ഞാൻ കറക്റ്റ് ചെയ്യും. 12-ാം സ്ഥലം നമ്മുടെ കർത്താവ് ഈശോ മിശിഹ കുരിശിൽ തൻ്റെ ജീവൻ ബലിയർപ്പിക്കുന്നു. യേശു മരിച്ചതല്ല, യേശു തൻ്റെ ജീവൻ കുരിശിൽ ബലിയർപ്പിച്ചു. അതാണ് എനിക്ക് കിട്ടിയ, അതൊക്കെ തമ്പുരാൻ വെളിപ്പെടുത്തി തന്ന കാര്യങ്ങളാണ്. എങ്ങും വായിച്ചതോ ആരും പറഞ്ഞു കേട്ടതോ ഒന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നു, അത് രാവിലെ എഴുന്നേറ്റ് അല്പം നേരം ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് ഏറെ നല്ല കാര്യമാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും, പ്രത്യേകിച്ച് 6ാമത്തെ ഇന്ദ്രിയത്തിലൂടെ. നേരത്തെ എഴുന്നേൽക്കുന്നത് കൊണ്ടുള്ള പല കാര്യങ്ങളും ഇനിയും പറയാനുണ്ട്. ദൈവം നമ്മളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു.